everyone, it's me Savita Charles from Poothurans. നമ്മളിന്ന് കാണുന്നത് അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അമേരിക്കൻ ക്രേപ്പിൽ തന്നെ റണ്ണിങ് ഫാബ്രിക്കുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് രണ്ട് ഡിസൈനിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ള ഫാബ്രിക്കുകളാണ്. ഇതെല്ലാം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു പലാസോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഇതിനകത്തൊരു ഡിസൈൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാം, അതല്ല വിത്ത് ലൈനിങ് വെച്ച് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാം തന്നെ. പ്രൈസ് 42 രൂപയാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രിൻ്റുകളാണ്, അതിൻ്റെ പല കളേഴ്സാണ്. മൊബൈലിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളർ ചേഞ്ച് ഒന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് തന്നെയാണ്. ഒരു ബാത്തിക് പ്രിൻറ്റിൻ്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഞാൻ പറഞ്ഞതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ പലാസോ സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് ഭാഗമുണ്ട്, അകവും പുറവുമുണ്ട്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. പ്രൈസ് പറഞ്ഞല്ലോ 42 രൂപ, 42 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇപ്പോൾ ക്രേപ്പാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ 3 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്കിൻ്റെ തന്നെ ഡാർക്ക് ടോണിലാണ്. റാണി പിങ്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടോണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ 42.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 42 രൂപയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബാത്തിക് പ്രിൻറ്റിൻ്റെ പാറ്റേണിലാണ് പ്രിൻ്റ് പോയിരിക്കുന്നത്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പെർ മീറ്റർ ഇതിന് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ 4 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ടെയിൽ ഗ്രീൻ ഡിസൈൻ കളറിലാണ് കേട്ടോ. ബ്ലാക്കിൽ തന്നെ ടെയിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ഒത്തിരി വലിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു ചോയ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. അമേരിക്കൻ ക്രേപ്പ് തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ കാണുന്നത് പീച്ച് കളറിലാണ്. ബ്ലാക്കിൽ തന്നെ പീച്ച് കളറിലുള്ള പ്രിൻ്റാണ്, സ്ക്രീൻ പ്രിന്റ് ഡിജിറ്റൽ പ്രിൻ്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് തന്നെയാണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കുറച്ചും കൂടെ ക്ലിയർ ആയി മനസ്സിലാകുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്കിൽ തന്നെ ഒരു റാണി പിങ്ക് ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഒരു പ്രിൻ്റാണ്, ഫാബ്രിക്കാണ്. പ്രിൻ്റ് എല്ലാം സെയിം തന്നെ. അതിനകത്ത് പോയിരിക്കുന്ന കളേഴ്സിന് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ്. 42.5 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്കിൽ തന്നെ പർപ്പിളും അതുപോലെ ബ്ലാക്കിൽ തന്നെ ലാവൻഡറും അതുപോലെ ബ്ലൂവും കളറിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യേണ്ട, ലൈനിങ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തന്നെ നമ്മുടെ പ്ലെയിൻ ക്രേപ്പ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ്. നമുക്കിതൊരു ആലിയ കട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണുവാനായിട്ട്.
അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഇനി അതെല്ലാം നമുക്ക് ഈ ഡെയിലി വെയർ ആയിട്ടുള്ള ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ പാൻറ്റൊക്കെ ഇല്ലേ, പലാസോ പോലത്തെ നല്ല ലൂസ് ഫിറ്റിൽ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെറിയ മിനി ടോപ്പൊക്കെ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ ആയിട്ടായാലും ഈ ഫാബ്രിക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ്. ഫാബ്രിക്കിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ്. 42 രൂപ 42 റുപ്പീസ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3/4 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട്.
പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.